എങ്ങനെ എളുപ്പമാക്കാം, അല്ലെങ്കിൽ ഗണിതത്തെ നമുക്ക് എങ്ങനെ ഈസിയായി കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാൻ പറ്റും, ഗണിതശാസ്ത്രം വളരെ ഈസിയും വളരെ എളുപ്പവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കണക്ക് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുക വളരെ രസകരമായ കാര്യമാണ്. ഇന്ന് ഗണിതശാസ്ത്രത്തിലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടെക്നിക്സും ഒന്നോ രണ്ടോ പസിൽസും നമുക്ക് കൈകാര്യം ചെയ്യാം. ആദ്യം ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്ന ചെറിയ പസിൽസിലേക്കാണ്. ആ പസിലിൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഗണിതശാസ്ത്രം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഏതൊരു ശാസ്ത്രം പഠിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് വളരെ ലളിതമായിട്ട് തോന്നും. ചില കൂട്ടുകാർക്കെങ്കിലും കണക്ക് വളരെ പ്രയാസം തോന്നാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, കണക്കിൻ്റെ ചെറിയ ഷോർട്ട് കട്ട്സും ട്രിക്സും ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ട്രിക്സ് നമുക്ക് നോക്കാം. അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കണക്കിലേക്ക് പ്രവേശിക്കാം. വളരെ ചെറിയ ഒരു പസിലാണ് ആദ്യം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന്, 10 കിഴികളിലായിട്ട് 100 സ്വർണ്ണ നാണയങ്ങളുള്ള 10 കിഴികളുണ്ട്. 100 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ 10 കിഴികളുണ്ട്. ഓരോ സ്വർണ്ണ നാണയത്തിൻ്റെയും തൂക്കം എന്ന് പറയുന്നത് 10 ഗ്രാമാണ്. 10 ഗ്രാമുള്ള 100 സ്വർണ്ണ നാണയങ്ങളാണ് ഓരോ കിഴികളിലും നമുക്കുള്ളത്. ഇങ്ങനെയുള്ള 9 എണ്ണവും സ്വർണ്ണ നാണയത്തിൻ്റെ തൂക്കം 9 ഗ്രാമുള്ള ഒരു കിഴിയും, അങ്ങനെയാണ് 10 കിഴികളായിട്ടുള്ളത്. 10 ഗ്രാം വീതം തൂക്കമുള്ള 100 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ 9 കിഴികളും 9 ഗ്രാം തൂക്കമുള്ള 100 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു കിഴിയുമാണ് നമ്മുടെ കൈ മുന്നിലുള്ളത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം തൂക്കം കണ്ടുകൊണ്ട് ഒരേ ഒരു പ്രാവശ്യം വെയിറ്റ് എടുത്തുകൊണ്ട് ഈ 9 ഗ്രാം തൂക്കമുള്ള കിഴി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? 10 കിഴികളും ഒരുപോലെ വെച്ചിട്ട് ഐഡന്റിക്കലായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ വെച്ച്, ആകെയുള്ള മാറ്റം 10 കിഴികളിൽ 9 എണ്ണത്തിലും 10 ഗ്രാം വീതം തൂക്കമുള്ള 100 സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ ഒന്നിൽ മാത്രം 9 ഗ്രാം തൂക്കമുള്ള 100 സ്വർണ്ണ നാണയങ്ങളാണ്. ആകെ 100 ഗ്രാമിൻ്റെ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടാവുക. ഈ 100 ഗ്രാമിൻ്റെ മാറ്റം ഈ കിഴികൾ ഒരു പ്രാവശ്യം വെയിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കാം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഇതിൻ്റെ ഉത്തരം എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും? ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്കിതിൻ്റെ തൂക്കം കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ ഇതിനെങ്ങനെ അനലൈസ് ചെയ്യും. എങ്ങനെയൊക്കെ ഇതിനെ കണ്ടെത്താൻ പറ്റും? 5 വെച്ചിട്ട് തൂക്കി കണ്ടെത്താൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ വല്ല ആൻസറുകളും പറയാം, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കം നോക്കിയിട്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ആക്യുറേറ്റ് ആയിട്ട് ഷാർപ്പായിട്ട് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ തെറ്റാതെ പറയണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കയ്യിൽ വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില ആളുകൾക്ക് ആൻസർ ലക്കിന് കിട്ടിയേക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് എങ്ങനെ ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റുമെന്നാണ്. ഓക്കെ, എങ്ങനെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കിഴികൾക്ക് 1, 2, 3, 4, 5 etc. 10 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കൊടുത്തു, നമ്പർ ഇട്ടു. 1ാമത്, 2ാമത്, 3, 4, 5, 6, 7, 8, 9, 10. ദെൻ 1ാമത്തെ കിഴിയിൽ നിന്ന് ഒരു കോയിൻ എടുത്തു. 1ാമത്തെ കിഴിയിൽ നിന്ന് ഒരു കോയിൻ എടുത്തു. 2ാമത്തെ കിഴിയിൽ നിന്ന് 2 കോയിൻസ് എടുത്ത്. 3ാമത്തെ കിഴിയിൽ നിന്ന് 3 കോയിൻസ് എടുത്ത്. 4ാമത്തെ കിഴിയിൽ നിന്ന് 4 കോയിൻസ് ആണ് എടുത്തത്. ഇങ്ങനെ 5ാമത്തതിൽ നിന്ന് 5ഉം 6 6 7 7 അങ്ങനെ പോയാൽ 10ൽ നിന്ന് 10 കോയിൻസ്. ഇങ്ങനെ കോയിൻസ് എടുത്തു. ഇത്രയും കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ എത്ര കോയിൻസ് ഉണ്ട് എന്നുള്ളതാണ്. 1 മുതൽ 10 വരെ കൂട്ടണം. ഇവിടെ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. 1, 2, 3, 4, 5,
6 7 8 9 10. ഇതുവരെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്രേ ഉള്ളൂ. ആദ്യത്തെ കഴിഞ്ഞ് 4 താഴത്ത് ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ ഈ 5 എടുക്കുന്നു. അതിനോട് കൂടെ ഒരു 5 കൂടി ആഡ് ചെയ്താൽ മതി. 55 ആഡ് ചെയ്താൽ കിട്ടും. വളരെ വ്യത്യസ്തമായ പല രീതിയിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെ വരുമ്പോൾ 5 കൂടെ 5 കൂടി ചേർത്താൽ 55 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൂക്കം വരാൻ സാധ്യത ഉള്ളത് 550 ഉണ്ടാവില്ല. ഒരു കോയിനെങ്കിലും എന്തായാലും 9 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 549, 548, 547, 546 ഇങ്ങനെ പോയി 540 വരെ വരാം. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു കോയിനാണ് 9 ഗ്രാം എങ്കിൽ അവിടെ ഉണ്ടാവുക 549 ആണ്. 2 കോയിനാണ് 9 ഗ്രാമിൻ്റെ ഉള്ളതെങ്കിൽ അതിന്റെ ആൻസർ വരിക ടോട്ടൽ 548 ആണ്. അപ്പൊ നമ്മൾ ഇത് ഒന്നിച്ച് വന്ന് തൂക്കം നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടാം. ഇതിലെ ഏതെങ്കിലും ഒരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രാമത്തെ കിഴിയാണ് 9 ഗ്രാമിൻ്റെതെന്ന്. 549 കിട്ടിയാൽ നമുക്ക് പറയാം ഒരു കോയിനാണ് എന്തുള്ളത്. നമ്മൾ ഈ എടുത്ത 55 എണ്ണത്തിൽ ഒരു കോയിൻ മാത്രമാണ് 9 ഗ്രാമിൻ്റെതുള്ളത്. അപ്പോൾ ഒരു കോയിൻ നമ്മൾ എടുത്തത് കിഴിയിൽ നിന്നാണ്, 1ാമത്തെ കിഴിയിൽ നിന്നാണ്. ഇനി അതല്ല 546 കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 4 കോയിൻസ് 9 ഗ്രാമിൻ്റെതുണ്ട്. അപ്പൊ 4 കോയിൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏത് കിഴിയിൽ നിന്നാണ്? 4ാമത്തെ കിഴിയിൽ നിന്നാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ അളവ് നോക്കിയിട്ട് ഏത് കിഴിയിലാണ് 9 ഗ്രാമിൻ്റെതെന്ന് കണ്ടെത്താൻ പറ്റും. ഇത്തരത്തിൽ വളരെ സ്പെസിഫിക് ആയ ലോജിക്കോട് കൂടി നമുക്ക് ഓരോ പസിൽസിനെയും കണ്ടെത്താൻ പറ്റും. കൂട്ടത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു സാധനം ഒന്ന് പറയാം. തുക കാണുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 10 സംഖ്യകൾ എഴുതിയാൽ അതിന്റെ തുക കാണാനുള്ള മാർഗമാണ് പറഞ്ഞത്. ഇപ്പോൾ 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ഇങ്ങനെ എഴുതിയാൽ ഇവിടെ നമ്മൾ ഈ സംഖ്യ എടുക്കുന്നു. അതിനോട് കൂടെ എന്ത് ചെയ്താൽ മതി? 5 ചേർത്ത് ചെയ്താൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 അക്കങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ പസിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ എന്ന് പറഞ്ഞു. ഒരു പസിൽ ഫസ്റ്റ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. കൂട്ടുകാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഗണിതത്തിൽ എപ്പോഴും പസിൽസ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് 1 2 പസിൽസ് പറയാം. നമ്മൾ പോകുന്നത് ഗണിതശാസ്ത്രത്തിൽ എപ്പോഴും ഏത് പരീക്ഷയിലേക്കാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും നമുക്ക് എപ്പോഴും വേണ്ട ഒന്നാണ് വർഗ്ഗങ്ങൾ കാണാം. വർഗ്ഗങ്ങൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ള LSS, USS അങ്ങനെ തുടങ്ങി ഏത് മത്സര പരീക്ഷകളിലും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഏത് മത്സര പരീക്ഷകളിലും വളരെ കൃത്യമായിട്ട് പല സ്കോറുകൾ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് വർഗ്ഗങ്ങളെ കുറിച്ചുള്ള പഠനം. നമ്മൾ ആദ്യം ഏതാണ് വർഗ്ഗങ്ങൾ എന്ന് നോക്കാം. വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ സ്ക്വയേഴ്സ്, അതേ സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിക്കാം. 1ന്റെ സ്ക്വയർ നോക്കാം. 1 × 1 1 or 1 square equal to 1, 2 square equal to 4, 3 square equal to 9, 9, 3 square 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100, 11 square 121, 12 square 144, 13 square 169, 14 square 196, 15 square 225, 16 വർഗം 256, 17 289, 18 സ്ക്വയർ 324, 19 സ്ക്വയർ 361, 20 സ്ക്വയർ 400. ഞാൻ 20 വരെയുള്ള സ്ക്വയർ ആണ് എഴുതിയിട്ടുള്ളത്. 30 വരെയുള്ള സ്ക്വയറുകൾ അറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തൽക്കാലം 20 വരെയുള്ള സ്ക്വയറുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സ്ക്വയറുകൾ പൂർണ്ണവർഗ്ഗങ്ങൾ അവസാനിക്കുന്ന ചില സംഖ്യകളുണ്ട്. ഇവിടെ പൂർണ്ണവർഗ്ഗങ്ങൾ അവസാനിക്കുന്ന നോക്കാം. 1, 4, 9, 6, 5. വീണ്ടും നോക്കാം. 5 കഴിഞ്ഞാൽ 6, 9,
4 1 0. അപ്പോൾ പൂർണ്ണവർഗങ്ങൾ അവസാനിക്കുന്നത് 1 4 9 6 5 0. ഈ സംഖ്യകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ചോദ്യങ്ങൾ പല സ്ഥലത്തും വരാറുണ്ട്. അതിന്റെ ഘട്ടത്തിലേക്ക് ആദ്യം നമുക്ക് ആലോചിക്കുമ്പോൾ 1 4 9 6 5 0 ഇത്തരം സംഖ്യകളിലല്ല അവസാനിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ സംഖ്യകൾ അവസാനിക്കുന്നത് 2 3 7 8, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലാണ് നമ്മുടെ സംഖ്യ അവസാനിക്കുന്നത്, അതൊരിക്കലും എന്തല്ല, ഒരു പൂർണ്ണ വർഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എവിടെ മാത്രമേ അവസാനിക്കുള്ളൂ? 1 4 9 6 5 0. ആദ്യത്തെ ഘട്ടം നമ്മൾ മനസ്സിലാക്കാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അവസാനിക്കുന്നത് 1 4 9 6 5 0യിലാണ്. ഇനി 1ൽ അവസാനിക്കുകയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് പ്രത്യേകത ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ആരുടെയൊക്കെ സംഖ്യകളാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് 1ൽ അവസാനിക്കുക? 1ൽ അവസാനിക്കുന്നത് രണ്ട് സംഖ്യകളുടേതാണ് 1ൽ അവസാനിക്കുന്നത്. 1ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം 1 സ്ക്വയർ 1, 11 സ്ക്വയർ 121, 9 സ്ക്വയർ 81 ആൻഡ് 19 സ്ക്വയർ 361. അപ്പോൾ 1ൽ അവസാനിക്കണമെങ്കിൽ 1ലോ 9ലോ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗമായിരിക്കും. 1ലോ 9ലോ അവസാനിക്കുന്നത് സംഖ്യകളുടെ വർഗം 1ൽ അവസാനിക്കും. 4ൽ അവസാനിക്കുകയാണെങ്കിൽ അത് ആരുടെ വർഗമായിരിക്കും? ഇതുപോലെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 2 8, 2 or 8. 9ൽ അവസാനിക്കുകയാണെങ്കിൽ 9ലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇതുപോലെ 3ലോ 7ലോ അവസാനിക്കുന്നതായിരിക്കും. 6ൽ അവസാനിക്കുന്നതാണെങ്കിൽ 4ലോ 6ലോ അവസാനിക്കുന്നതായിരിക്കും. ഇനി 5ൽ അവസാനിക്കുന്നത്, 5ൽ ഒരിക്കലും അവസാനിക്കില്ല. 5ൽ എന്താ അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കുള്ളൂ? 25ൽ മാത്രമേ അവസാനിക്കൂ. 5 സ്ക്വയർ 25. ദാറ്റ് മീൻസ് 35 എന്നുള്ളത് അവസാനിക്കുന്നത് ഒരിക്കലും ഒരു പൂർണ്ണവർഗമല്ല. 45 എന്നുള്ളത്, അതായത് 45ൽ ഒരിക്കലും ഒരു പൂർണ്ണവർഗം അവസാനിക്കില്ല. അപ്പോൾ 5ൽ അവസാനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് എവിടെ അവസാനിക്കുള്ളൂ? 25ലേ അവസാനിക്കുള്ളൂ. 25 2 25 നോക്കാം. 25ലാണ് അവസാനിക്കുക. 25ൽ അവസാനിക്കുന്നത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ആയിരിക്കും. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൂർണ്ണവർഗമാണ് എവിടെ അവസാനിക്കുന്നത്? 25ൽ അവസാനിക്കാം. ഇനി 0യിൽ അവസാനിക്കാം. 0യിൽ അവസാനിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നുകിൽ 2 0 ഡബിൾ ആയിട്ടേ വരുള്ളൂ, അതല്ലെങ്കിൽ 4 0, 4 തന്നെ ഡബിൾ ആയിട്ട് ജോഡികളാക്കാൻ പറ്റുന്ന സീറോകളെ വരൂ. അതായതായിരിക്കും 0യിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൂർണ്ണവർഗം. അങ്ങനെ അവസാനിക്കും. അപ്പോൾ പൂർണ്ണവർഗങ്ങൾ അവസാനിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇതൊരു പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഇനി അവസാനിക്കുന്നിടത്ത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. 4ൽ അവസാനിക്കുന്നത്, അതുപോലെ തന്നെ 9ൽ അവസാനിക്കുന്നത്, 4ൽ 9ൽ അവസാനിക്കുന്നത്, 1ൽ അവസാനിക്കുന്നത് സംഖ്യകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 1 4 9 ഇത്രയും സംഖ്യകളിൽ അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള 10ന്റെ സ്ഥാനത്തെ അക്കം, 10th ഡിജിറ്റ്സ് അല്ലെ, യൂണിറ്റ് പ്ലേസ് കഴിഞ്ഞ് തൊട്ട് ബാക്കിലെ 10ന്റെ സ്ഥാനത്തെ അക്കം ഒരു ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ആയിരിക്കും. 4ൽ അവസാനിക്കുന്ന 4, മറ്റൊന്ന് 64 44 24. ഇതിന്റെ തൊട്ട് മുന്നേ ഉണ്ടാകുന്ന നമ്പേഴ്സ് ഒക്കെ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഈവൻ നമ്പേഴ്സ്. ദെൻ 4ൽ 1ൽ 9ൽ അവസാനിക്കുള്ളൂ. 6ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് ബാക്കിലെ സംഖ്യ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. 36 256 196 196 16. അപ്പോൾ 6ൽ അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ അതിന് തൊട്ട് 10ന്റെ സ്ഥാനത്തെ ആക്കാം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അവസാനിക്കുന്ന സംഖ്യകൾ നോക്കിയിട്ട് നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഒരു കാര്യങ്ങൾ പോവുകയാണെങ്കിൽ. ഇനി വളരെ പെട്ടെന്ന് സ്ക്വയേഴ്സ് കാണാൻ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒരു സംഖ്യയുടെ വർഗം ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ 1 മുതൽ 20 വരെ ആരെങ്കിലും 11. 11ന്റെ വർഗം നമ്മൾ എങ്ങനെ കണ്ടെത്തി? 11 × 11 ഗുണിച്ച് വരുമ്പോൾ 121. 121 കിട്ടാൻ 11ന്റെ സ്ക്വയർ കണ്ടെത്താൻ നമുക്ക് എന്താണ് മാർഗമുള്ളത് എന്ന് നോക്കാം. ഓക്കെ, 11ന്റെ സ്ക്വയർ കണ്ടെത്താൻ നമുക്ക് എന്താണ് മാർഗമുള്ളത്? ഇങ്ങനെ ഓരോ സ്ക്വയർ കണ്ടെത്താനും
നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ എളുപ്പമാർഗ്ഗങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ 11ന്റെ സ്ക്വയർ കാണാൻ 1ന്റെ സ്ക്വയർ 0 1, 1ന്റെ വർഗം എന്ന് പറയുന്നത് 0 1, രണ്ടക്കം കിട്ടാൻ വേണ്ടി കൊടുത്തു. ഇനി അടുത്ത് വീണ്ടും ഈ 1ന്റെ സ്ക്വയർ എന്താണ് 0 1 തന്നെയാണ്, അല്ലെങ്കിൽ 1ആണ്. രണ്ടിൻ്റെയും വർഗ്ഗങ്ങൾ എവിടെ എഴുതി? 1ന്റെ എഴുതി. സെൻട്രലിലെ സംഖ്യ ഈ രണ്ടിൻ്റെയും ഗുണനഫലം, 1ന്റെ ഗുണനഫലം എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ 1 × 2 121. ഓക്കെ. ഇനി 12ന്റെ സ്ക്വയർ കാണുമ്പോൾ 12 സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 2ന്റെ ഡബിൾ 4 144. ഇങ്ങനെ ചില രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചില സ്ക്വയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ കാണാം. ഫോർ എക്സാമ്പിൾ 15 സ്ക്വയർ ഈക്വൽ ടു 15ന്റെ വർഗ്ഗം. 15ന്റെ വർഗ്ഗം കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് 5ന്റെ വർഗ്ഗം എത്രയാണ്? 25. 5ന്റെ വർഗ്ഗം 25. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാം. ഇവിടെ നോക്കാം, 15 ആയതുകൊണ്ട് 5 കഴിഞ്ഞ തൊട്ട് ബാക്കിലെ സംഖ്യ 10ന്റെ സ്ഥാനത്തെ ആക്കാം 1 ആണ്. 1 കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 1 കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ 1ന്റെ തൊട്ടടുത്ത നമ്പർ 2 ആണ്. 1 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. ആ 2 ആണ് അവിടെ വരിക. 225 225. ഇതാണ് 15ന്റെ വർഗ്ഗം. ഇനി 25ന്റെ വർഗ്ഗം ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം. 25 സ്ക്വയർ 25ന്റെ വർഗ്ഗം 5ന്റെ വർഗ്ഗം. 5ന്റെ വർഗ്ഗം നമുക്കറിയാൻ പറ്റും 25 ആണ്. 5ന്റെ വർഗ്ഗം 25 ആണ്. ഇനി 2 ആണ് തൊട്ട് മുന്നിലുള്ള നമ്പർ. അപ്പൊ 2 × 2 കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 ആണ്. 2 × 3 6. അപ്പൊ 625 625. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 45 45ന്റെ വർഗ്ഗം നമുക്ക് എങ്ങനെ കാണാം? 45ന്റെ വർഗ്ഗം കാണാണെങ്കിൽ ആദ്യം നോക്കാം. 5ന്റെ വർഗ്ഗം 25. അടുത്തത് ഏതാണ് വരേണ്ടത്? അടുത്തത് ഏതാണ് വേണ്ടത്? ഒന്നാലോചിച്ച് നോക്ക്. ഓക്കെ. ഏതാണ്? 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ. 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യയും അതിന്റെ ഗുണനഫലം. അപ്പോൾ 4 × 5. റെഡി? 4 × 5 20. അപ്പൊ എന്തായി? 2025. 2025. എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. 75 സ്ക്വയർ ഓഫ് 75 എങ്ങനെ വരാം? ഓക്കെ. സ്ക്വയർ ഓഫ് 75 ഒന്ന് ആൻസർ ചെയ്യാം. 75ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? 5ന്റെ സ്ക്വയർ വേണം. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 25 എഴുതി. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഏതാ വേണ്ടത്? അടുത്തത് വേണ്ടത് 7നെ തൊട്ടടുത്ത സംഖ്യയായിട്ട് ഗുണിക്കണം. 7ന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 8. 7 × 8 7 × 8 56. ഓക്കെ. ഇങ്ങനെ 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ ഇതുപോലെ നമുക്ക് വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 95 സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ 5 സ്ക്വയർ 25 9 × 10 90. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണാൻ പറ്റും. ഇത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടേതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5ൽ തുടങ്ങുന്ന സംഖ്യകൾക്കും ഇതുപോലെ പ്രത്യേകത. ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ കുറച്ച് പ്രത്യേകതകൾ മാത്രമാണ്. 5ൽ തുടങ്ങുന്ന സംഖ്യകൾക്കും ഇതുപോലെ പ്രത്യേകതകൾ ഉണ്ടാവാമല്ലോ. 5ൽ തുടങ്ങുന്ന സംഖ്യകളുടെ വർഗ്ഗം ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? 5ൽ തുടങ്ങുന്ന സംഖ്യകളുടെ വർഗ്ഗം വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താം? 5ൽ തുടങ്ങുന്ന ഒന്നാമത്തെ സംഖ്യ 50 ആണല്ലോ. 50 സ്ക്വയർ. ഇങ്ങനെ വരുന്ന സംഖ്യകൾക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കാണാൻ പറ്റും. എന്തേ ഉള്ളൂ? 0 വരുന്നതുകൊണ്ട് 2 0 ഇട്ടെടുത്തു. 5ന്റെ സ്ക്വയർ 25. 2500. ഓക്കെ. 51 ആകുമ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? 51. 51ന്റെ വർഗ്ഗമാകുമ്പോൾ ആദ്യം നോക്കാം.
1ന്റെ സ്ക്വയർ, 1ന്റെ വർഗം എത്രയാണ്? 1 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ 0 1 എന്ന് എഴുതും. 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടി 0 1. നെക്സ്റ്റ് ഇവിടെ 5 ആണല്ലോ, 5ന്റെ വർഗം നമുക്കറിയാവുന്ന പോലെ തന്നെ 25 ആണ്. ആ 25ലേക്ക് ഈ 1 കൂടി ആഡ് ചെയ്യും. സോ 26 2601. നെക്സ്റ്റ് 52 സ്ക്വയർ. ഓക്കെ, ഒന്ന് നോക്ക്, ശ്രമിച്ചു നോക്കാം എങ്ങനെ വരാം. 52 സ്ക്വയർ 52 സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് 2 സ്ക്വയർ 2 സ്ക്വയർ 4 ആകുമ്പോൾ 04. നെക്സ്റ്റ് പ്രിസീഡിങ് നമ്പർ ഉള്ളത്, മുന്നിലുള്ള നമ്പർ 5 ആണല്ലോ. 5ന്റെ സ്ക്വയർ 25 25 ആണ്. 25ലേക്ക് എന്ത് ആഡ് ചെയ്യണം? 25ലേക്ക് നമ്മുടെ ഈ 2 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആൻസർ 27. ഇതുപോലെയാണെങ്കിൽ 53 സ്ക്വയർ 53 സ്ക്വയർ 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാം? 53 സ്ക്വയർ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 3 സ്ക്വയർ 09. 3 സ്ക്വയർ 09. Then 5 square 25. 25 plus 3. 25 plus 3 28. The answer is 2809. Okay, 2809. ഒരിക്കൽ കൂടി പറയാം. 56 square 56ന്റെ വർഗം 56 സ്ക്വയർ 2 പാർട്ടാക്കി മാറ്റുന്നു. മനസ്സിൽ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 2 പാർട്ടാക്കി മാറ്റുന്നു. ഫസ്റ്റ് പാർട്ട് 6 സ്ക്വയർ ഇറ്റ് ഈസ് 36. 6 സ്ക്വയർ ഈസ് 36. ഇനി 0 ചേർക്കേണ്ടതില്ല, 2 അക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൽ 0 ചേർത്തിരുന്നത്. 6 സ്ക്വയർ 6ന്റെ വർഗം 36. നെക്സ്റ്റ് ഫ്രണ്ടിൽ വരേണ്ട 2 അക്കം 25ലേക്ക് ഏത് ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 31. 25 പ്ലസ് 6 25 പ്ലസ് 6 31. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 58 സ്ക്വയർ വാട്ട് ഈസ് ദ ആൻസർ? 58ന്റെ വർഗം എങ്ങനെ കണ്ടെത്താം? 58ന്റെ വർഗം ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. 58ന്റെ വർഗം ഫസ്റ്റ് ഓക്കെ, ആൻസറിലേക്ക് പോവാല്ലേ. 8 സ്ക്വയർ 64 64. 8 × 8 64. നെക്സ്റ്റ് വൺ 5 സ്ക്വയർ പ്ലസ് 8 അല്ലേ, 25ലേക്ക് 8 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരാം? 25 പ്ലസ് 8 33. അതിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 33 64. ഇങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞത് 2 സംഖ്യകളെ വർഗങ്ങളെ കുറിച്ചാണ്. വർഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 2 വർഗങ്ങൾ വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താമെന്നും പറഞ്ഞു. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഗ്യാപ്പിനിടയിലും 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾക്കും നമുക്ക് വളരെ പെട്ടെന്ന് വർഗങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്.
അപ്പോൾ ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു വെച്ചാൽ നമുക്ക് മത്സര പരീക്ഷകളിലാണെങ്കിലും ഏത് പരീക്ഷകളിലാണെങ്കിലും നമുക്ക് നമ്മുടെ ആൻസറുകൾ വളരെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കണക്കിന്റെ പരീക്ഷകളിൽ കുട്ടികൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും, ഗുണിക്കാനും ഹരിക്കാനും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 76 ഇൻറ്റു 99 99 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ ഗുണിക്കാം? 76 ഇൻറ്റു 99. ഇങ്ങനെ വരുന്ന ഗുണനങ്ങൾ എത്ര എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒരൊറ്റ എക്സാം കൂടി നമ്മുടെ എഴുതുന്നു. 8 ഇൻറ്റു 9. വാട്ട് ഈസ് 8 ഇൻറ്റു 9? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഐഡിയകൾ മനസ്സിലാക്കുന്നതോടൊപ്പം അത് എങ്ങനെ കിട്ടുമെന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മറ്റ് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനും കൂടി പറ്റും. 8 ഇൻറ്റു 9, 9 ഇൻറ്റു 8. 8 ആണല്ലോ അല്ലേ? 9ന് തൊട്ട് താഴെയുള്ള സംഖ്യ, 8ന് തൊട്ട് താഴെയുള്ള സംഖ്യ 7. ഇതിലേക്ക് ഇനി 9 ആവാൻ എന്ത് ചെയ്യണം? അത് ചേർത്ത് കൊടുത്തു, 72. നെക്സ്റ്റ് വൺ 4 ഇൻറ്റു 9. 4 ഇൻറ്റു 9, 4 ഇൻറ്റു 9. 4ന്റെ തൊട്ട് മുന്നേ സംഖ്യ 3 ആണ്. ഇതിലേക്ക് 9 ആകാൻ ഇനി എത്ര കൂട്ടി കൊടുക്കണം? 6 ആണ്, 36. ഇതേ ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്താലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 76 ആണല്ലോ, 76ന് തൊട്ട് മുന്നുള്ള സംഖ്യ ഏതാണ്? 75. 7ലേക്ക് 9 കിട്ടാൻ എന്ത് ആഡ് ചെയ്യണം? 7ലേക്ക് ഇങ്ങനെ ചെയ്യാൻ എന്ത് പറ്റണം? 76 7 ഇൻറ്റു 7ലേക്ക് 9 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ 2. 5ലേക്ക് 9 കിട്ടാൻ എന്ത് ആഡ് ചെയ്യണം? 4. So the answer is 7 5 2 4. 7 5 2 4. Next one 82 into 99. 82 into 99. 82 into 99. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 82 ആയതുകൊണ്ട് അതിന് തൊട്ട് മുന്നത്തെ നമ്പർ 81. 8ലേക്ക് എന്ത് ആഡ് ചെയ്താൽ, എന്ത് കൂട്ടിയാലാണ് നമുക്ക് 9 കിട്ടുക? 1 കൂട്ടിയാൽ മതി. 1ലേക്ക് എന്ത് കൂട്ടിയാൽ? 8. 8 1 1 8. ഇത് 3 അക്കങ്ങളുള്ളതാണെങ്കിലും 4 അക്കങ്ങളുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ 762 ഇൻറ്റു തൊട്ട് മുന്നത്തല്ലേ 762 ഇൻറ്റു 999. ഇവിടെയും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. 762 ഇൻറ്റു 9 ഇൻറ്റു അല്ലേ 999. 762നെ 999 കൊണ്ട് ഗുണിക്കുന്നത്. ഓക്കെ, 762 തൊട്ട് മുന്നത്തെ നമ്പർ 761. 761. 7ലേക്ക് എത്ര കൂട്ടിയാൽ 9 കിട്ടും? 2. 6ലേക്ക് 3. 1ലേക്ക് 8. ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് കണക്കുകൾ ചെയ്യാൻ പറ്റും. നേരത്തെ ചോദിച്ച പോലെ 3 അക്കങ്ങളുള്ളതിനും പറ്റുമോ എന്നുള്ളതാണ്. സ്ക്വയേഴ്സിന്റെ കാര്യത്തിൽ ചോദിച്ചത്. 3 അക്കമുള്ള കാര്യങ്ങൾക്കും സ്ക്വയേഴ്സ് ചെയ്യാൻ പറ്റും. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും 2 പാർട്ടാക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ 125. 125 സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ ഫസ്റ്റ് കാണുന്നതിന് പകരം 5ന്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. 5ന്റെ സ്ക്വയർ 25. നെക്സ്റ്റ് 12 ആണ്. 12 ഇൻറ്റു 13. 12 ഇൻറ്റു 13 156. 12 ഇൻറ്റു 13 156.
സോ ഇത് 3 അക്കമുള്ളതിനും ഒക്കെ പറ്റും, എല്ലാത്തിനും പറ്റും. ഓരോന്നിനും അതിൻ്റെതായ ചില മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇതിനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സ്ക്വയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗണിതം എന്ന് പറഞ്ഞാൽ വെറും നമ്പറുകൾ മാത്രമല്ല, ഫിഗേഴ്സുകൾ കൂടി ഉൾപ്പെട്ടതാണ്. ചിലപ്പോഴൊക്കെ കാണുന്ന പോലെ ചില സമചതുരങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം? ഫോർ എക്സാമ്പിൾ, ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്, ഒരു ചെസ് ബോർഡിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഒരു ചെസ് ബോർഡിൽ നമുക്കറിയാൻ പറ്റും, ചെസ് ബോർഡ് 8 8 അല്ലെ 64 ചെറിയ കളങ്ങളുള്ള ഒരു സ്ക്വയർ ആണ്. അതിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? 64 ചെറുതാണ്. അതിൽ എത്ര സമചതുരങ്ങൾ ആകെ ഉണ്ട് എന്നുള്ള എണ്ണം ആർക്കെങ്കിലും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പല മത്സര പരീക്ഷകളും നമ്മൾ കാണുന്ന ഒന്നാണ്. നമുക്ക് ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താം അത് നോക്കാം. ഇവിടെ ചെറിയൊരു സ്ക്വയർ ഞാൻ വരച്ച് ഇത് വന്നോ. നെക്സ്റ്റ് വൺ, 2 സ്ക്വയേഴ്സുകൾ കൂട്ടിയിട്ട് ഓക്കെ, ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട് എന്ന് നോക്കാം. 1 2 3 4 4 എണ്ണം വന്നു. കൂടാതെ ഇത് വലിയ ഒരു സമചതുരമാണ്. അതടക്കം ഇവിടെ ആകെ എത്ര സ്ക്വയറുകളുണ്ട്? 5 സമചതുരങ്ങൾ കിട്ടും. നെക്സ്റ്റ് വൺ, 3 എണ്ണം ആകുമ്പോൾ ആകുമ്പോഴുള്ള ഒരു സ്ക്വയർ 1 2 3 4 5 6 7 8 9 9 എണ്ണം വന്നു. ചെറിയ സ്ക്വയറുകൾ 9 എണ്ണം വന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഇവിടെ വലുതൊന്ന് കിട്ടി. ഇനി ഇവിടെ 2 എണ്ണം വെച്ചുള്ള സ്ക്വയറുകൾ വരും. 1 2. ഇനി ഫസ്റ്റ് റോ ഒഴിവാക്കി കഴിഞ്ഞാൽ താഴെയുള്ള 2 റോകൾ എടുക്കുകയാണെങ്കിൽ 3 4 9 + 4 2 എണ്ണം വെച്ചുള്ള സ്ക്വയർ 4 എണ്ണം ഉണ്ട്. ഇനി ആ 3 കൂടി കൂടിയ വലുതൊന്നുണ്ട്. അതേതാണ്? 1. So the answer is 9 + 4 + 1 = 9 + 4 13 + 1. Answer is 14. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഐഡിയ കിട്ടും. ഒരു 5 സ്ക്വയർ ഉള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം നമുക്ക്. ഒന്ന് നോക്കാം. 1 2 3 4 5 1 2 3 4 5 25. വലുത് 25, ചെറിയ സ്ക്വയേഴ്സ് 25 ഉണ്ടാവും. ഇനി 2 വെച്ച് എണ്ണുമ്പോൾ 1 2 3 4. ആദ്യത്തെ 2 വരിയിൽ 4 എണ്ണം കിട്ടും. ഇതേപോലെ അടുത്ത 2 വരി നോക്കാം. 1 2 3 4. അവിടുത്തെ 2 വരിയിൽ 4 എണ്ണം കിട്ടും. 4 8. പിന്നെ രണ്ടാമത്തെ ഒഴിവാക്കിയാൽ മൂന്നാമത്തെയും 4ാമത്തെയും വരിയിൽ 4 എണ്ണം കിട്ടും. 12. 4ാമത്തെയും 5ാമത്തെ വരിയിൽ ഇതുപോലെ 4 എണ്ണം കിട്ടും. അപ്പൊ 16 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി 3 എണ്ണം വെച്ചുള്ളത്. ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞാൽ 3 എണ്ണം എടുക്കുമ്പോൾ 1 സെൻട്രൽ 2 2 റോ ഒഴിവാക്കിയാൽ 3. ആദ്യത്തെ 3 വരി വെച്ച് നമുക്ക് 3 എണ്ണം കിട്ടും. ഫസ്റ്റ് റോ ഒഴിവാക്കിയാൽ നെക്സ്റ്റ് 3 എണ്ണം ഉണ്ട്, അവിടെയും 3 എണ്ണം കിട്ടും. ഫസ്റ്റ് 2 റോസ് ആദ്യത്തെ 2 വരി ഒഴിവാക്കിയാൽ അടുത്ത 3 വരികളിൽ നിന്ന് 3 എണ്ണം കിട്ടും. അപ്പോൾ 9 എണ്ണം കിട്ടും. ഇനി 4 എണ്ണം വീതമുള്ള സ്ക്വയർ ഇവിടെ 1 കിട്ടും. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത 1 കിട്ടും. ഫസ്റ്റ് റോ ഒഴിവാക്കി കഴിഞ്ഞാൽ 1 കൂടി കിട്ടും. അങ്ങനെ 4 എണ്ണം കിട്ടും. 5 എണ്ണമുള്ള ഏറ്റവും വലുതൊന്നും. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ നമ്പേഴ്സ് ആണ്. 1 + 4 + 9 + 16 + 25. 1 + 4 + 9 + 16 + 25. ഇങ്ങനെ വരുമ്പോൾ ഈ നമ്പേഴ്സുകളുടെ പ്രത്യേകത മനസ്സിലാവല്ലോ.
1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. അപ്പോൾ 5 ചെറിയ സമചതുരങ്ങൾ കൂട്ടി വെച്ച വലിയ സമചതുരമാണെങ്കിൽ അതിന്റെ ആകെ സമചതുരങ്ങളുടെ എണ്ണം കാണാൻ 1 + 4 + 9 + 16 + 25 5 വരെയുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ചെസ് ബോർഡിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട് എന്നാണ്. ചെസ് ബോർഡിലെ സമചതുരങ്ങൾ 8 ആണല്ലോ. അപ്പോൾ 1 സ്ക്വയർ 1 + 4 + 9 + 16 + 25 + 36 + 49 + 64 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 204 എന്ന് കിട്ടും. ഇനി ഇത്തരം സംഖ്യകൾ കൂട്ടുന്നതിനും ഒക്കെ നമുക്ക് ടെക്നിക്സുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണക്കിനെ അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. കണക്ക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും ഫിഗേഴ്സും ആണ്. ഈ നമ്പേഴ്സിനെയും ഫിഗേഴ്സിനെയും അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. അതിലുള്ള ടെക്നിക്സുകൾ, മാജിക്കുകൾ ഒക്കെ സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് രസകരമായ കാര്യങ്ങൾ കിട്ടുന്ന സംഖ്യകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പൂർണ്ണവർഗ്ഗങ്ങൾ. അവിടെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത്. പൂർണ്ണവർഗ്ഗങ്ങൾ വെച്ചിട്ട് ഒരുപാട് മാജിക്കുകൾ, ഒരുപാട് പസിൽസ്, സംഖ്യകൾ വെച്ചിട്ട്, ക്രമങ്ങൾ വെച്ചിട്ട് പസിൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരൊറ്റ മാജിക് അല്ലെങ്കിൽ ഒരൊറ്റ നമ്പറിന്റെ പ്രത്യേകത കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഹാപ്പി ലേണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 3 അക്ക സംഖ്യകൾ, പൂജ്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരു 3 അക്ക സംഖ്യ എടുക്കാം. ഫോർ എക്സാമ്പിൾ 572. 572 റിപ്പീറ്റ് ചെയ്യാതെ എടുക്കാം. ഇതിനെ തിരിച്ച് 2 7 5 275 572 275. ഇത് റെഡ്യൂസ് ചെയ്യും, മൈനസ് ചെയ്യുമ്പോൾ 12 5 പോയാൽ 7. ഇവിടെ 16 7 പോയാൽ, അല്ല, ഒന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് 6 ഉണ്ടാവുക. 6 7 പോയാൽ 16 7 പോയാൽ 9. ശരിയായിരിക്കോ? 7 5 12 2 അല്ലേ? നമുക്ക് കൂട്ടി നോക്കാൻ പറ്റും. 9 7 16 1 17 3 2. അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവുള്ളൂ? 2 ഉണ്ടാവും. 2 9 7. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരുന്നത് 3 വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എറർ ഉണ്ടല്ലോ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അകത്ത് കൂട്ടി നോക്കാൻ പറഞ്ഞത്? പലപ്പോഴും നമുക്ക് ഇങ്ങനെ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി ഒന്നുകൂടി എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 472. 72 ആണെന്ന് 73. 473 തിരിച്ചിട്ടാൽ 374. 374. 13 4 പോയാൽ, ഇവിടെ 13 ആണ്. 13 4 പോയാൽ 9. 16 7 പോയാൽ 9. 99. ഇനി ഇവിടെ 0 ഉണ്ടാവും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ 621. 621. then 126. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 6 പോകില്ല. 11 6 പോയാൽ 5. 12 ഇവിടെ 1 ആയിരിക്കും അല്ലേ? 11 2 പോയാൽ 9. ഇവിടെ 4. ഇവിടെ ഈ സംഖ്യകൾക്കൊക്കെയുള്ള പ്രത്യേകത സെൻറ്ററിൽ എപ്പോഴും നയൻ വരും. സെൻറ്ററിൽ എപ്പോഴും നയൻ വരും. ഈ തൊട്ടടുത്ത ഈ 2 സംഖ്യകൾ ആഡ് ചെയ്താൽ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്രിയകൾ നോക്കുമ്പോൾ 9 ഒരുപാട് പ്രത്യേകതയുണ്ട്. 2 + 7 9 ആയിരിക്കും. 4 + 5 9 ആയിരിക്കും. 0 + 9 എന്തായിരിക്കും? 9 ആയിരിക്കും. ഇങ്ങനെ സംഖ്യകളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സംഖ്യയാണ് 9. 9ന്റെ 1 2 പ്രത്യേകത കാണിച്ചു തന്നത്. അതുപോലെ 5. എല്ലാ സംഖ്യകൾക്കും ഇതുപോലെ ചില പ്രത്യേകതകളുണ്ട്. എല്ലാ മാത്തമാറ്റിക്സിന്റെ ഫോർമുലകൾക്കിടയിലും ഇതുപോലെ ചെറിയ ഷോർട്ട് കട്ടുകളുണ്ട്. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അത് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യു.